ഹായ് ഹലോ നമസ്കാരം മച്ചാമാരെ വണക്കം. ലെനാസിയ എന്താ പരിപാടി? നമ്മളിതാ ഒരു ഹോട്ടലിന് മുമ്പ് ഇങ്ങനെ ഇരിക്കുവാണ്. ഹോട്ടലിന് മുമ്പ് നിൽക്കുവാണ്. ഏതാ ഹോട്ടല്? ഓബൈ തമാര, കോയമ്പത്തൂർ. സോ നമ്മുടെ ഹോട്ടൽ സീരീസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹോട്ടൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പല വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹോട്ടലാണ്. നമ്മളിതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമ്മുടെ ചാനലിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ഹോട്ടലാണ് ഓബൈ തമാര. നമുക്ക് അവിടെ തിരുവനന്തപുരത്ത് ഒരു തമാരയുണ്ട്. അതെ, ഞാൻ പണ്ട് തൊട്ടേ ഈ തമാര എന്ന് വായിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങനെ തമാര എന്നാണ് നമ്മൾ ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഓബൈ താമര തന്നെയാണ് ഇത്. ഇവർക്ക് ഇന്ത്യയിൽ 6 ഹോട്ടൽസാണുള്ളത്. പിന്നെ വെളിയിൽ കണ്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇന്ത്യയിലും 6 ഹോട്ടൽസാണ്. പിന്നെ ഒരുപാട് ഹോട്ടൽസ് അപ്കമിങ് ഉണ്ട്. അതെ, ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഹോട്ടൽ അല്ലേ, നല്ല സൂപ്പർ, നല്ല ലക്ഷറി സെറ്റപ്പിലുള്ള ഒരു ഹോട്ടൽ കോയമ്പത്തൂർ. അപ്പോൾ കോയമ്പത്തൂരൊക്കെ വന്നാൽ താമസിക്കാൻ പറ്റിയ ഹോട്ടലാണ്. നമ്മൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാണിക്കാൻ നമ്മൾ താമസിച്ച റൂമിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലാതെയാണ് ഇതിൽ നമ്മൾ എല്ലാ ഹോട്ടലിൻ്റെ വിഷ്വൽസ് ഉൾപ്പെടുത്തി. ഹായ് ആദിത്യ. ഹായ് വെൽക്കം ടു കാഫേ. താങ്ക്സ്. സോ ആദിത്യാണ് ഇപ്പോൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് മാനേജർ. സോ പുള്ളിക്കാരൻ നമുക്ക് പക്ഷേ മലയാളിയാണ്. എവിടെ ചെന്നാലും മലയാളികൾ തന്നെ അല്ലേ? ഇവിടെ ഒരുപാട് കോയമ്പത്തൂർ എനിക്കൊന്ന് നമുക്ക് കേരളത്തിന്റെ പാർട്ടായിട്ട് അങ്ങ് മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹോട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 7 മാസം. ബട്ട് യാ മസ്റ്റ് സേ ലൈക്ക് ഇറ്റ്സ് എ നൈസ് പ്രോപ്പർട്ടി. ആക്ച്വലി നമ്മളിത്രയും പ്രതീക്ഷയില്ല കേട്ടോ. വെളിയിൽ നോക്കിയിട്ട് ഇപ്പോഴും നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്കൊരു ഇൻട്രസ്റ്റ് വന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഓബൈ തമാര ഒന്ന് കയറി കാണണമെന്ന്. ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ കോൺഫറൻസ് റൂമിലാണ് പോയത്. അതിന് സെപ്പറേറ്റ് എൻട്രൻസ് അല്ലേ, ഇവിടുത്തെ പോലെ തന്നെ അവിടെ ഒരു സെപ്പറേറ്റ്. അപ്പോൾ നമ്മൾ അവിടെ പോയെങ്കിൽ അവിടെ പോയിട്ടുള്ളൂ. അപ്പോൾ റൂംസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് അവിടെ ഒന്ന് കയറി കാണണമെന്ന്. അത്രയും നല്ല രസമുണ്ട്. അതെ 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 അതെ. ഇത് ഓ കാഫേ ഇതിന്റെ പേര്, റെസ്റ്റോറന്റ് ഓ കാഫേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഓൾ ഡേ ടൈം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറന്റിന്റെ പേരും അതിന്റെ ഒരു പാർട്ടാണ്. ഡിന്നർ നമ്മൾ 3 മീൽസും ഇവിടെ സെർവ് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് ഇതിൽ ഓപ്ഷൻ ഉണ്ട് ആൽഫ്രെസ്കോ ഇങ്ങനെ ഓപ്പൺ എയറും പ്ലസ് ഇൻസൈഡ് ദ റെസ്റ്റോറന്റ് ഓപ്ഷൻ ഉണ്ട് ഗസ്റ്റിന് ഇരിക്കാൻ. ടോട്ടലി ഒരു 136 സീറ്റർ റെസ്റ്റോറന്റ് ആണ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന 7 in the morning till 11 in the night നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കറക്റ്റ്. ഓക്കെ, നമുക്കൊന്ന് അകത്തോട്ട് കാണാമോ? നമ്മളിവിടെ മോർണിംഗ് ഇതെല്ലാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ പാർട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. ലൈവ് പിസ്സ ഓവൻ അല്ലേ? ഇതിപ്പോ ഈവനിങ് ഒക്കെ ആണോ? ഇത് നമ്മുടെ ലഞ്ചും ഡിന്നറും ബേസിക്കലി നമ്മൾ പിസ്സ ഓവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതല്ലാതെ കപ്പിൾ ഓഫ് ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. ചാട്ട് കൗണ്ടർ ഉണ്ട്, പിന്നെ ദോശ കൗണ്ടർ ഉണ്ട്, നമ്മൾ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നൈസ് ഓപ്ഷൻ. അപ്പം ഇപ്പൊ ഉച്ചയ്ക്ക് ഇപ്പൊ ഇച്ചിരി വാം ആണെങ്കിൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന അകത്തിരിക്കാനായിരിക്കും. നമുക്ക് ഞാൻ പറഞ്ഞ 136 സീറ്ററാ, 70 സീറ്റിംഗ് ഔട്ട്സൈഡ്, 66 അകത്തും. പിന്നെ നമുക്ക് ഇവിടെ ലൈഫ് കൗണ്ടർ ഓപ്ഷൻ, ലൈഫ് തന്തൂർ ഉണ്ട്, വെജ് നോൺ വെജ് രണ്ടും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ഒരു ബുഫേ കൗണ്ടർ, കംപ്ലീറ്റ് സീറ്റിംഗ് ഏരിയ നമ്മുടെ ഗസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. താമസിപ്പൂ എൻ വാടിയിൽ വരുന്ന പൂവ് നിന്നെ കാത്തു നിന്നയിൽ ഒരു മകൾ പടരുന്ന ഏതനിൽ. ഓ താമരേ എനിക്ക് മാത്രേ ഒരുകയിന്റെ സ്വപ്നങ്ങളെ. ഇവിടെ സംഭവ യഥാർത്ഥത്തിൽ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ നമുക്കിത് ആളെ കിട്ടിയിട്ടുണ്ട്. ഷെറിൻ എന്തായിട്ടാണ് ഷെറിനെ വർക്ക് ചെയ്യുന്ന ഇവിടെ? ഞാനിവിടെ ടീം ലീഡറാണ്. അപ്പോൾ ഷെറിനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. വേറെ ഒരു മലയാളി ഇവിടെ നിൽപ്പുണ്ട്, മാറി നിൽക്കുകയാണ് ചിരിച്ചുകൊണ്ട്. അഭിരാമി. ടോട്ടൽ 141 റൂംസ് ഉണ്ട്. അതിൽ 6 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ഡീലക്സിൽ തന്നെ 3 കാറ്റഗറീസ് ഉണ്ട്. സ്റ്റുഡിയോ, ട്വിൻ, കിങ്. പിന്നെ അതല്ലാതെ സ്വീറ്റ് റൂംസ്, പിന്നെ എലൈറ്റ് കിങ് റൂം. ഒരു സ്വീറ്റ് റൂമിന്റെ ഏകദേശം സെയിം ആയിട്ട് വരും. എലൈറ്റ് കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ഒരു
കോഫി ഷോപ്പാണ്. LPV ആണ്, ലാബെല്ലാവെറ്റ. ഓക്കെ. ഇവിടെ നമ്മുടെ ഇപ്പൊ എനിക്കൊന്നെന്തോ മാംഗോ പരിപാടി നടക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ കൂളേഴ്സ്, പിന്നെ ഫ്രഷ് മാംഗോ ജ്യൂസസ്, ഓക്കെ. പിന്നെ എ ബൗൾ ഫുൾ ഓഫ് മാംഗോസ് വിത്ത് ഐസ്ക്രീം. ഓക്കെ. ഇത് ഏതെടുത്താലും 350 നെറ്റാ വരുന്നത്. ഓ അങ്ങനെ 350 ഉണ്ട്. കുഴപ്പമില്ല, അങ്ങനെ വലിയ റേറ്റ് ഒന്നും അല്ല കേട്ടോ. വെളിയിൽ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര റേറ്റ് ആയിരിക്കും. ഞാൻ എന്താ 1000 രൂപയെങ്കിലും പ്രതീക്ഷിച്ചു. അത്രയൊന്നും അല്ല അല്ലേ? ഓക്കെ. ഇവിടുത്തെ ടാർട്ട് കേക്ക്സ് എല്ലാം മാംഗോ വെച്ചാണ്. ഇപ്പൊ ഈ ഒരു മാംഗോ സീസൺ ആയതുകൊണ്ട് ഈ ഒരു മാസം ചെയ്യുന്നുണ്ടാവും അല്ലേ ഫെസ്റ്റിവൽ. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ച് ഈ ടേബിൾസിനെല്ലാം ഏതാണ്ട് ഈ ഇതുണ്ട്, ഈ പ്ലഗ് പോയിന്റ്സ് ഉണ്ട്. അപ്പം സപ്പോസ് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അല്ലേ ബിസിനസ് മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റിയ 26 പേർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും അല്ലേ? നൈസ്. ഒപ്പം നിന്നു പ്രണയത്തിൻ തൂവലയിൽ നാം നിറയും ആശയത്തിനു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കാണിക്കാൻ പോകുന്ന ബാങ്ക്വറ്റ് ആണ് അല്ലേ? ഇത് ഇവിടുത്തെ ബോർഡ് റൂം ആണ്. ഓവൽ. ഓക്കെ. ഇതിപ്പോ ഒരു 10-15 പേർക്ക് 16 പേർക്ക് ഉള്ള മീറ്റിംഗ്സ്, ചെറിയ ബോർഡ് റൂം അല്ലേ? എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, AV എല്ലാം ഉണ്ട് അല്ലേ? ഇത് വേറൊരു മീറ്റിംഗ് ഹാളാണ് അല്ലേ? ഓണിക്സ് 1 678 സ്ക്വയർ ഫീറ്റ്സ് ഉണ്ട്. ഒരു 40 പേർക്ക് ഇരിക്കാം. ഓക്കെ. ഒരു 40 പേർക്കൊക്കെ ഉള്ള ഒരു ബോർഡ് മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഹാള്. നൈസ്. ഓക്കെ. ഇത് അതേപോലെ തന്നെയാണ് ഓണിക്സ് 2. ഇതിൽ ഏകദേശം ഇത് 484 സ്ക്വയർ ഫീറ്റ്സ് ഉണ്ട്. ഒരു 30 പേർക്ക് ഇരിക്കാം. ഓക്കെ. അത് തിയേറ്റർ സ്റ്റൈൽ അല്ലേ? ഈ 3 ബോർഡ് റൂംസ് ആണ് ഉള്ളത്. അതെ, ബോർഡ് റൂംസ് ആയിട്ട് ബാങ്ക്വറ്റ് ഒന്നാണ് ഓപ്പസ്. ഇത് ഡിവൈഡ് ചെയ്യാം രണ്ടായിട്ട്. ഓക്കെ. സോ ഈ ഹാളാണ് ഇത് 2 പാർട്ടാക്കാൻ പറ്റുന്നത് അല്ലേ? ഈ പാർട്ടീഷൻ ആണ് ഈ വാൾ എന്ന് പറയുന്നത് അല്ലേ? ഇതിങ്ങനെ ഫോൾഡ് ആയി 2 സൈഡിലോട്ട് മാറി. ഇതെങ്ങനെ നമ്മൾ മാനുവലി ആണോ ചെയ്യുന്നത് അതോ? അതെ, ഇത് ബോർഡാണ്. ഇത് മാറ്റാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്ത് അങ്ങ് പോകാൻ. സോ ഇത് ഒരുമിച്ചും കൊടുക്കാറുണ്ട്, സെപ്പറേറ്റ് ആക്കിയും കൊടുക്കാറുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ സൗണ്ട് പ്രൂഫ്ഡ് ആയിരിക്കും അല്ലേ? അങ്ങനെ അപ്പുറത്തുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ലല്ലോ. നൈസ്. പിന്നെ ഇവിടെ എങ്ങനെ പ്രീ ഫംഗ്ഷൻ ഏരിയ ഉണ്ടോ? അതെ, വെളിയിലാണ്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇവിടെ സെർവ് ചെയ്യും. ഓക്കെ. ഇതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് തന്നെ ഉണ്ട് അല്ലേ? അല്ലാതെ ഇവിടെ ഇതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് തന്നെ ഉണ്ട് വെളിയിൽ നിന്ന്. ഇവിടെ നിന്ന് ഇതപ്പോ എങ്ങനെ ബാക്ക് സൈഡ് ആണോ ഇത് വരുന്നത്? സ്ട്രെയിറ്റ് മെയിൻ ഗേറ്റിൽ നിന്ന് സ്ട്രെയിറ്റ് വന്നാൽ ഇവിടെയാ. സ്ട്രെയിറ്റ് വന്ന് റൈറ്റ് എടുക്കണം അല്ലേ? ജസ്റ്റ് സ്ട്രെയിറ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. മെയിൻ ഗേറ്റ് ആ വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ വന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് പാർക്കിങ്ങിലേക്ക്. പാർക്കിംഗ് അപ്പം അവിടെ ഇവിടെയാണ് അല്ലേ? ഓക്കെ. നൈസ്. ഇതുവഴി ഇതിന് താഴെയാണ് റാമ്പ് വരുന്നത്. ലൈവ് കൗണ്ടർ ഒക്കെ ഇവിടെ. ഓക്കെ. ഈ ഇതിന് വേണ്ടിയിട്ടുള്ള. നൈസ്. ഇതാണ് പാർക്കിംഗ്. പാർക്കിംഗ് താഴേക്ക് പോകും. അപ്പൊ അവിടെ നിന്ന് മെയിൻ ഗേറ്റിൽ നിന്ന് സ്ട്രെയിറ്റ് വന്ന് ഇങ്ങനെ താഴോട്ട് പോകും അല്ലേ? ഓക്കെ. നൈസ്. ഓ താമരേ എനിക്കു മാത്രമേ സ്വപ്നങ്ങളെ. കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ? മനസ്സിലായില്ലേ? നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. നിനക്കതൊന്നും അറിയത്തില്ലായിരിക്കും. സോ സീക്കുട്ടിക്ക് അങ്ങനെ ചെറിയൊരു പ്ലാന്റ് ഒക്കെ ഗിഫ്റ്റ് കിട്ടിയേക്കാണ് എൻവയോൺമെന്റ് ഡേയുടെ ഇതിൽ. സിയാന, വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് പ്ലാൻ? സിയാന പ്ലാൻ. ഓക്കെ. So she got one plant from the school, but we were shifting the house and we got misplaced. So it's a replacement for that. Yeah. This will compensate. So make sure you maintain this with water, taking care of this well. Sure. When she drinks water, she will make she will also plant also have some drink water. Right. Right, Zia? Yeah. Thank you so much, team. So it was really a wonderful stay. Thank you so much for everything, and you guys were absolutely amazing. Thank you so much for everything.
തൂവലയിൽ നാം നിറയുന്നു ആശയത്തിന്. ഓ താമരേ എനിക്കു മാത്രമേ ഒരുമുഖയുണ്ട് സ്വപ്നങ്ങളെ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ എന്താണ് ഒത്തിരി സ്ഥലമുണ്ട്, എന്നാലും ഓടി നടന്ന് എല്ലായിടമൊക്കെ പോയി വിഷ്വൽസ് ഒക്കെ എടുത്തല്ലേ ഏട്ടാ, അതെ. പറ്റുന്ന കണക്കൊക്കെ. അതെ, അപ്പോൾ ഇതൊക്കെയാണ് ഓബൈ താമര കോയമ്പത്തൂരിലെ വിശേഷങ്ങൾ. അപ്പോൾ കോയമ്പത്തൂരേക്ക് വരുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലാണ് ഓബൈ താമര. ട്രിവാൻഡ്രത്തെ ഹോട്ടൽ അറിയാം, പക്ഷെ നമ്മൾ അവിടെ താമസിച്ചിട്ടില്ല. റൂംസ് ഒന്നും കണ്ടിട്ടില്ല. ഇനി പോകുമ്പോൾ അവിടുത്തെ റൂംസും കയറി ഒന്ന് കാണാം. നമ്മൾ അവിടെ കോൺഫറൻസ് ഹോളിൽ പോയിട്ടുണ്ട്, അവിടെ റൂംസോ റെസ്റ്റോറൻറ്റോ ഒന്നും നമ്മൾ കണ്ടില്ല. അത് നമ്മുടെ ഒരു എന്താണ്, നമുക്ക് ഇവിടെ ഇന്നിപ്പോ താമസിക്കാൻ കിട്ടിയത് ഒരു സ്യൂട്ട് റൂമാണ്. അതും നമുക്ക് കിട്ടിയത് ഒരു അവിടുത്തെ ട്രിവാൻഡ്രത്തെ GM-ന്റെ റെഫറൻസിൽ ആണ് നമുക്ക് ഇവിടെ ഒരു സ്വീറ്റ് റൂം അപ്ഗ്രേഡ് ചെയ്തത്. അതെ, നമ്മള് നോർമൽ റൂമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോ GM-ന്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് എന്തായാലും അതിന്റെ ഒരു സ്യൂട്ട് അപ്പൊ അതിന് ഒരുപാട് നന്ദി. സിയ എന്തായാലും എൻജോയ് ചെയ്തു അല്ലേ സിയ? അതെ. ഓക്കെ, അപ്പോ പറഞ്ഞോ. Thank you so much. I love you all. ബൈ.